നമുക്ക് $1000 ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കലാണ് ഈ കമ്പനി പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തുമായിരുന്നു. ലോകത്ത് 820 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 2 കോടി ജനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയുകയും അറിഞ്ഞിട്ടുണ്ടാവും പലരും, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും 2 കോടി ആളുകൾ മാത്രമാണ്. അതിൽ 1.5 കോടി ജനങ്ങളും ഇമ്മൻസ് റിച്ച് ആണ്, ഇമ്മൻസ് റിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൈഫിൽ, വാക്സ് ഓഫ് ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ കിട്ടാതിരുന്നത് കൊണ്ട് നമുക്ക് പല രംഗത്തേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഫ്രം ദിസ് മൊമെൻ്റ് ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിജയം. നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു നേട്ടം കൊയ്യാൻ കഴിയും. അറിവുകൾ സ്പ്രെഡ് ചെയ്യുന്നില്ല. ഈ അറിവുകൾ സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മളുടെ പല ദാരിദ്ര്യാവസ്ഥയും നമുക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റും, ഇന്ത്യയുടെ അവസ്ഥ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശക്തമായിട്ട്, കാരണം ഒരു ലൈഫാണ് നമുക്കുള്ളത്, 10,000 വർഷം ഒരാളും ജീവിക്കില്ല. ആ ഒരു ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട്, ക്ലിയർ കട്ടായിട്ട് നമ്മളുടെ വിഷൻ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് ആ വിഷനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒറ്റ കുതിപ്പാണ്, ആ കുതിപ്പിലേക്ക് പോവുക. അവിടെ നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് ശക്തികളുണ്ടാവും, അതിനെയൊക്കെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് കുതിക്കുക, നിങ്ങളെത്തും, യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു ഗ്ലോബൽ ട്രേഡിംഗ് പ്രൊജക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. നമ്മുടെ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുക, ഓരോരുത്തരെയും സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തുക, ഓരോ പാവപ്പെട്ടവരെയും സാമ്പത്തികമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ലീഡേഴ്സാക്കി മാറ്റുക. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് ഇന്ന് ഒരു തുടക്കമായിരിക്കും. ഈ സമയം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ്. നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം നമുക്ക് നിങ്ങൾ മാത്രമല്ല എനിക്കും നമുക്ക് ഓരോരുത്തരും ലൈഫിൽ കിട്ടാൻ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നമ്മൾ മറ്റുള്ള കമ്പനിയോ പലരും പറയുന്ന പോലെ സ്കീമോ അല്ലെങ്കിൽ ഒരു സ്കാമോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ബിസിനസ് കോൺസെപ്റ്റോ അല്ല. റിയൽ ട്രേഡ് എന്താണ്, റിയൽ മാർക്കറ്റിലുള്ള ട്രേഡ് എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു വേദിയാണ്. $100 ഇട്ടുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്ന ഒരാൾക്ക് 3 വർഷം കൊണ്ട് ഏകദേശം $1 ലക്ഷം, $1 ലക്ഷം എന്ന് പറഞ്ഞാൽ 80 ലാക്ക്, അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു $100 100 എത്തും. അപ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 1 കോടി മുകളിൽ ഏണിങ്സ്, അസറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫും ഒരു ട്രേഡിംഗ് ആണ്, മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫ് ഒരു ട്രേഡിംഗ് ആണ്. മുകളിൽ പോവും താഴെ വരും, മുകളിൽ പോവും താഴെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ത്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് കയറ്റം ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണ്. ഈ GDCയിൽ പറഞ്ഞു തരുന്ന സെലക്ട് ടെക്നിക്കൽസ്, സെലക്ട് ഡിസിപ്ലിൻസ്, ഇത് നിങ്ങൾ കീപ്പപ്പ് ചെയ്താൽ 1 ഇയർ സ്റ്റേറ്റ്മെന്റ് ആവറേജ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പക്ഷം ഒരു 100% പ്രോഫിറ്റിലേക്ക് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. പഠിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ഒരുത്തം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് തരാൻ തയ്യാറാണ്. ഈ ട്രേഡിംഗ് നിങ്ങൾക്ക് ലാസ് ഇല്ലാതെ ആവറേജ് മന്ത്ലി നല്ല ഒരു ഇൻകം, ഫാമിലി റൺ ചെയ്യാനുള്ള ഇൻകം ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ഡിസിപ്ലിൻ കൂടി.
ആ പറഞ്ഞു തരുന്ന ആ ഡിസിപ്ലിൻ നിങ്ങൾ കറക്റ്റ് കീപ്പപ്പ് ചെയ്യണം. നാട്ടിൽ ഒരുപാട് പേര് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേട്ടം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ വന്നത്. അവരുടെ അടുത്ത് പോയി ചോദിക്ക്, നിങ്ങൾ പ്രോഫിറ്റിലാണോ ലാസ്റ്റിലാണോ? അവർ ലാസ്റ്റിലാണ് നിൽക്കുന്നത്. അവർ ലാസ്റ്റിലാണ് നിൽക്കുന്നത്. ആരെങ്കിലും ഒരാളിന് ഇവിടെ നിങ്ങളുടെ ഫോണുണ്ട്, ഇന്ന് വൈകുന്നേരം 6 മണി വരെ നമ്മളിവിടെ ഉണ്ടാവും. അങ്ങനെ വല്ല വലിയ ട്രേഡേഴ്സ് ആരെങ്കിലും ഉണ്ട്, വിജയിച്ച ഒരാളുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജിൽ കയറി നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഓപ്പണായിട്ട് ഇവിടെ സക്സസ് ആയത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒരു കമ്പനി. ഈ കമ്പനി തരുന്ന ആ ടെക്നിക്കൽ വേറെ എന്തും സപ്പോർട്ട് ചെയ്യത്തില്ല, ഓൺലി ഗോൾഡിന് മാത്രം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിലായ കാര്യം? അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നത് ഗോൾഡിലാണ്. നിങ്ങൾ ഗോൾഡ് എടുക്കാൻ തയ്യാറാണോ? ഗോൾഡിൽ മാത്രം ബിസിനസ് ചെയ്യാൻ തയ്യാറാണോ? ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷങ്ങൾ കോടികളല്ല, 10,000-ങ്ങളല്ല. ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയിൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ ഒരു ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യണം. ടെക്നിക്കൽ പഠിക്കുന്നതിന് മുമ്പ് ഡിസിപ്ലിൻ ഇത് വേണം, ഇത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റും കിട്ടും, ലാസും സംഭവിക്കും. പക്ഷെ ഇവിടെ ഈ ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്ത് കറക്റ്റ് ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം. ട്രേഡിംഗ് സമയത്ത് എന്ത് ചെയ്യണം? ഡിസിപ്ലിനാണ് പറയുന്നത്. നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ ട്രേഡിംഗ് സമയം നമ്മൾ 3 hours ഡെയിലി 3 hours നമ്മൾ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. എന്നാലേ നമ്മളിവിടെ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ ഇന്ന് തൊട്ട് പറയാണ്, നിങ്ങൾ അത് പ്രാക്ടീസ് എടുത്താൽ വന്നാലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൈ എവിടെ പോവും? വാട്സപ്പിൽ തന്നെ പോവും. അപ്പോൾ ഏതെങ്കിലും ഒരു കോൾസ് വരും, അപ്പം അതിൻ്റെ പുറകെ ആയിരിക്കും. ആണല്ലോ? അതല്ല, നമുക്ക് ബിസിനസ്സാണ് വലുത്. നമ്മൾ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവത്തില്ല. ഒരിക്കലും സക്സസ് ആവത്തില്ല. നിങ്ങൾ അതിനേക്കാളും ഇവിടെ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇവിടെ അല്ല, ഏത് UK-ലോ US-ലോ എവിടെ പോയി പഠിച്ചാലും നിങ്ങളുടെ ടൈമിങ് ഒരു വാല്യൂ ഉണ്ട്. ആ ടൈമിങ് നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ, ഇവിടെ പറഞ്ഞു തരുന്ന ആ ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആവത്തില്ല. പഠിക്കുന്നത് വേസ്റ്റാണ്. ആ ഡിസിപ്ലിനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് 100% പ്രോഫിറ്റിലേക്ക് മാറിയിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് ഇടും, ഒരു ടാർഗറ്റ് ഇടും. ഏകദേശമുള്ള ട്രേഡേഴ്സ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കല്യാണ വീട്ടിൽ പോവും, ഫ്രണ്ട്സുകളുടെ പോവും, ടൂറ് പോവും, എല്ലാ ഫംഗ്ഷനും അങ്ങ് പോവും. ബിസിനസ്സിനായിട്ട് കണക്കാക്കണം, ആണല്ലോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടും. 2 ദിവസത്തിന് മുമ്പുള്ള മാർക്കറ്റ് കണ്ടായിരുന്ന ഗോൾഡിന്റെ മാർക്കറ്റ് 10 ദിവസം കൊണ്ട് മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് എത്ര കയറി അറിയോ? ഒരുപാട് ഒരു പെട്ടുപോയിരിക്കുകയാണ് ബൈ അടിച്ചവർ. വേൾഡ് മാർക്കറ്റിൽ വാങ്ങിച്ചവരൊക്കെ വളരെ വളരെ ഹാപ്പിയാണ്. ആരൊക്കെ ബൈ ചെയ്ത് സെല് ചെയ്തിട്ടുണ്ടോ എല്ലാവരും 500% പ്രോഫിറ്റാണ്. വിത്ത് പ്രൂഫ് കാണിക്കാം. അതേ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ 10% പോലും ലാഭം എടുത്തിട്ടില്ല. ഒരുപാട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ്, ഇവിടെ 24 hours മാർക്കറ്റാണ് ഫോറക്സ്. ഇന്ത്യൻ മാർക്കറ്റാണോ? 2 സെക്ടറാണ്. ഒന്ന് രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ എത്ര മണിക്ക് ക്ലോസ് ആവും? 5 മണിക്ക് ക്ലോസ് ആവും. ഇന്നൊന്ന് രാവിലെ 10 മണിക്ക് ഓപ്പൺ ആയാൽ 11:30 ക്ലോസ് ആയി പോവും. അതുപോലെ തന്നെ ಇನ್ನೂರು കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കയറിപ്പോയാൽ ഈ ലാഭം ഇവിടെ കിട്ടും, അവിടെ ലാഭം കിട്ടത്തില്ല. ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നത് ആരെന്നറിയോ? കോർപ്പറേറ്റ് ആണ്. കോർപ്പറേറ്റ് കമ്പനികൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് ഇടും. എന്ത് മെസ്സേജ്? ഗോൾഡ് ഇന്ന് ബൈ ആണെന്ന് ഒരു മെസ്സേജ് ഇടും ആ കോർപ്പറേറ്റ്.
നമ്മൾ ട്രേഡേഴ്സ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇന്ന് ഗോൾഡ് കയറും, അവരെന്ത് ചെയ്യുന്നറിയോ? മാർക്കറ്റിൽ സെല്ല് ചെയ്യും. ഇന്ത്യയിലുള്ള ഈ 100 കോടി ആൾക്കാരിൽ 50 ലക്ഷം 1 കോടി ആൾക്കാർ ബൈ ചെയ്യുമ്പോൾ ആ കോർപ്പറേറ്റ് കമ്പനി എന്ത് ചെയ്യുന്നറിയോ? സെല്ല് ചെയ്യും. നിങ്ങൾ 50 ലക്ഷം അല്ല 1 കോടി ആൾക്കാർ ബൈ ചെയ്യിക്കുമ്പോൾ അവരുടെ മൊത്തം പൈസയും കൊണ്ടുപോകുന്നത് ആരാണ്? ആ കോർപ്പറേറ്റ് ആണ്. അത് മാനിപ്പുലേറ്റ് ആണ്. കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വലിച്ചെടുക്കും അവർ. 2002, 2003, 2004 ഈ ഇന്ത്യയിലുള്ള എല്ലാ പാവപ്പെട്ട ആൾക്കാരും സത്യം കമ്പ്യൂട്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഒരുപാട്, അത് എനിക്കും പോയിട്ടുണ്ട് ഒരുപാട് ഫണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. 2005 ആവുമ്പോൾ ഈ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ അന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് ടൈറ്റ് ഉണ്ടായി, എക്കണോമിക് ടൈറ്റ് ഉണ്ടായപ്പോൾ അവർ അടിച്ച് എവിടെ നിന്നറിയോ? ആ സത്യം കമ്പ്യൂട്ടറിന് അടിച്ചു. ഒറ്റ രാത്രി കൊണ്ട് 520 രൂപ ഇരുന്ന ഷെയർ 40 രൂപയ്ക്ക് വന്നു, ഒറ്റ ഒരു ദിവസം കൊണ്ട്. അപ്പൊ വാങ്ങിച്ചവരൊക്കെ നമ്മള് പൊട്ടിയോ? അവരെന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഫോറക്സ് മാർക്കറ്റിൽ ഒരിക്കലും ഒരുത്തൻ കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ കോർപ്പറേറ്റ് എന്ത് വിചാരിച്ചാലും അത് ചെയ്യും. ഫോറക്സ് മാർക്കറ്റിൽ അങ്ങനെയല്ല. ഈ രണ്ടിനുള്ള ഡിഫറൻസ് ഇപ്പൊ മനസ്സിലായ? ഇന്ന് ഈ കമ്പനിയിൽ നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നവർ. അവർ നിങ്ങളെപ്പോലെ ഇതുപോലെ 1 കൊല്ലത്തിന് മുമ്പ് ഇതുപോലെ ഇരുന്നവരാണ്. ഇന്ന് മാർക്കറ്റ് എവിടെ എത്തും എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ടെക്നിക്കലാണ് ഈ ലാപ്ടോപ്പ് വഴി നമ്മൾ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും പഠിക്കണമെങ്കിൽ ഈ ഹാൻഡിൽ വരെ വന്നു, അടുത്ത് ഈ ഹാൻഡിൽ എവിടെ എത്തും, ആ ഹാൻഡിൽ എവിടെ എത്തും, ഈ ഹാൻഡിൽ എവിടെ എത്തും, ഈ ഹാൻഡിൽ ഇതുവരേക്കും എത്തും എന്നുള്ളത് ഈ ഇവിടെ ഉള്ള ഒരു 10, 15, 20 പേർക്കും നല്ലോണം അറിയാൻ പറ്റും. അവർക്ക് നിങ്ങൾ ചോദിച്ചാൽ തിങ്കളാഴ്ച മാർക്കറ്റ് രാവിലെ ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ അവർ പറയും. പക്ഷെ ഗോൾഡ് മാർക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, താഴോട്ട് പോകത്തില്ല. അത് അപ്പായിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ അപ്പിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോവും ഡൗൺ വരും, അപ്പോൾ പോവും ഡൗൺ വരും. ഇയർലി 15% അപ്പിലേക്ക് പോകുന്ന ഒറ്റ ഒരു മാർക്കറ്റിൽ ദുനിയയിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.